താജ്മഹലിനാണോ കുത്തബ് മിനാറിനാണോ ഉയരം കൂടുതൽ? ഇത് വൺ മാൻ ഷോ സിനിമയിൽ ജയറാമിനോട് കോടിപതിയാകാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഇവിടുന്ന് QR സ്കാൻ ചെയ്ത് ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക്. 20 രൂപ മാത്രം ചാർജുള്ള ഈ ഇലക്ട്രിക് വണ്ടിക്കാണ് നമ്മുടെ അകത്തേക്കുള്ള പോക്ക്. വെസ്റ്റ് ഗേറ്റിന്റെ തൊട്ടടുത്തായിട്ടുള്ള താജ് റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ യാത്ര തുടർന്നു. സെക്യൂരിറ്റി ചെക്കും കടന്ന് നേരെ അകത്തേക്ക്. ഇത്തരത്തിലുള്ള നിരവധി ഗൈഡുകളെ നമുക്ക് പ്രവേശന കവാടം മുതൽക്കേ കാണാം. അതുപോലെ തന്നെ നിരവധി ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. ഇവരുടെയൊക്കെ ഉപജീവനമാർഗ്ഗം ഇത് തന്നെയാണ്. ഗ്രേറ്റ് ഗേറ്റ്, ഇതാണ് താജ്മഹലിന്റെ പ്രധാന പ്രവേശന കവാടം. പേർഷ്യൻ രീതിയിലാണ് ഇത് പണി കഴിച്ചിട്ടുള്ളത്. ഇത് കാലത്തെ അതിജീവിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും മനസ്സ് ഡബിൾ മൈൻഡ് ആയ സമയം. ക്യാമറയിൽ പകർത്തുന്നതിനിടയിൽ ഇതിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ എനിക്ക് മിസ് ചെയ്യുമോ? എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ എനിക്കിത് നേരിട്ട് കാണണം, അതിനുശേഷം ക്യാമറയിൽ കണ്ടാൽ മതി എന്നൊക്കെ പല ചിന്തകൾ മനസ്സിൽ കൂടെ ഓടി മറിഞ്ഞു പോയ സമയം. താജ്മഹൽ വെറും ഒരു സ്മാരകമല്ല, അതൊരു വികാരമാണ്. എവിടെയോ വായിച്ചതുപോലെ വെണ്ണക്കല്ലിൽ തീർത്ത അനശ്വര പ്രണയത്തിന്റെ മാന്ത്രിക കല്ല്. മഴ ഐശ്വര്യത്തിന്റെ സൂചന എന്ന പോലെ നമ്മൾ ഇന്ന് വന്നപ്പോൾ ഒരു നല്ല മഴയും കൂടി നമുക്കായി പെയ്തു. എന്തോ മഴയ്ക്കും വെയിലിനും ഒന്നും മായ്ച്ചു കളയാൻ പറ്റാത്ത എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള എനർജിയാണ് അവിടെ. ആ ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി. യായു ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. യായു സന്തോഷത്തിന്റെ ചുവടുകൾ വെച്ച് തുടങ്ങി. മഴയുടെ ചെറിയ തലോടൽ കൂടി തുടങ്ങിയപ്പോൾ അമ്മു യായുവിനെ എടുത്തുകൊണ്ട് ഓടി. നേരത്തെ എടുത്ത ഫോട്ടോസിന്റെ ഹാർഡ് കോപ്പിയുമായി എക്സിറ്റിൽ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്.